ഹരി ഓം. 105-ാമത്തെ സ്തുതി, ഭാഗവത സമാപനം. അഥ ത്രയോദശോऽധ്യായഃ. സൂത ഉവാച. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ടേ ഭ്രാമ്യതമന്തമന്തരഗിരിഗ്രാവാഗ്രകണ്ഡൂയനാ നിദ്രാലോകമഠാകൃതേർഭഗവതഃ ശ്വാസാനിലാപാന്തു വഃ. യത്സംസ്കാരകലാനുവർത്തനവശാത് വേലാനിഭേനാംഭസാ യാതായാതമതന്ത്രിതം ജലനിധേർനാദ്യാപി വിശ്രാമ്യതി. ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേനാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാസംപ്രകാശിതം. ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാനസംയുതം ഹരിലീലാകഥാവ്രാതമൃതാനന്ദിതസൽസുരം. സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ടം കൈവല്യൈകപ്രയോജനം. പ്രൗഷ്ടപദ്ഭ്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം ദദാതിയോ ഭാഗവതം സയാതി പരമാം ഗതി. രാജന്തേ താവദന്യാനി പുരാണാനി സദാം ഗണേ യാവന്ന ദൃശ്യതേ സാക്ഷാത് ശ്രീമദ്ഭാഗവതം പരം. സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാദ്രതി ക്വചിത്. നിമ്നഗാനാം യഥാ ഗംഗാ ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാമിദം തഥാ. ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീ ഹ്യനുത്തമഃ തഥാ പുരാണവ്രാതാനാം ശ്രീമദ്ഭാഗവതം ദ്വിജാഃ. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയത്തെ. തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തശൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവത്രാദായ കാരുണ്യതസ്തശുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യ ഇദം കൃപയാ കസ്മൈ വ്യാജചക്ഷേ മുമുക്ഷവേ. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദംഷ്ടം യോ വിഷ്ണുരാതമമോചത്. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യതഃ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം.
ഹരി ഓം തത്സത്. സൂതൻ പറഞ്ഞു, ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ തുടങ്ങിയവർ ദിവ്യസ്തോത്രങ്ങൾ കൊണ്ടും വേദമന്ത്രങ്ങൾ കൊണ്ടും യാതൊരുവൻ്റെ മാഹാത്മ്യത്തെ പുകഴ്ത്തുന്നുവോ, സാമവേദക്കാർ ആരെക്കുറിച്ച് പാടുന്നുവോ, യോഗികൾ ആരെ അറിയുന്നുവോ, സർവേശ്വരനായ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ മനസ്സ് എന്ന മന്ദരപർവ്വതത്തെ ഭഗവാൻ തന്നെ വന്നുയർത്തട്ടെ. 18 പുരാണങ്ങളിലും കൂടി 4 ലക്ഷം ശ്ലോകങ്ങൾ. ഈ ഭാഗവതം 4 ശ്ലോകത്തിൽ ഭഗവാൻ ബ്രഹ്മാവിനുപദേശിച്ചതാണ്. ഭാഗവത പുരാണം ദേവന്മാരെയും സജ്ജനങ്ങളെയും ആനന്ദിപ്പിക്കുന്നു. ഭാഗവതം ആദിമധ്യാന്തം വൈരാഗ്യം, ഭക്തി, ജ്ഞാനം എന്നിവ പ്രദാനം ചെയ്യുന്നു. ഉപനിഷത്തുക്കളുടെ സാരം തന്നെയാണിതിലുള്ളത്. ഇതിൽ നിന്നും അവധിയില്ലാത്ത ആനന്ദം ലഭിക്കും. ഇത് വായിക്കുന്നവൻ അന്യമായ ഒന്നിലും രുചിയുണ്ടാവില്ല. സർവ്വപുരാണങ്ങളിലും വെച്ചിത് അത്യുന്നതമാണ്. ഇത് ശ്രദ്ധിച്ച് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പുരുഷൻ സംസാരബന്ധത്തിൽ നിന്ന് മുക്തനാകും. ബ്രഹ്മാവിന് ഭാഗവതസാരം ഉപദേശിച്ച് പണ്ട് ഭാഗവതസാരം ഭഗവാൻ ബ്രഹ്മാവിന്, ബ്രഹ്മാവ് നാരദനും, നാരദ മഹർഷി വ്യാസമഹർഷിക്കും, വ്യാസമുനി ശുകബ്രഹ്മർഷിക്കും, ശുകബ്രഹ്മർഷി പരീക്ഷത്തിനും ഉപദേശിച്ചു. ബ്രഹ്മാവിന് ഭാഗവതസാരം ഉപദേശിച്ച ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഭാഗവതാമൃതം ഉപദേശിച്ച് പരീക്ഷത്തിന് മോക്ഷം നൽകിയ ശുകബ്രഹ്മ മഹർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാനെ, അവിടുത്തെ പാദങ്ങളിൽ ഞങ്ങൾക്ക് ഭക്തിയുണ്ടാകാൻ അനുഗ്രഹിക്കണം. ഭഗവാനെ, എപ്രകാരമാണ് അങ്ങയുടെ പാദഭക്തി ലഭിക്കുക, അപ്രകാരം എല്ലാ ജന്മങ്ങളും സഫലമാക്കണമേ. ഏതൊരു ഭഗവാന്റെ നാമസങ്കീർത്തനം സർവ്വപാപങ്ങളെയും നശിപ്പിക്കുമോ? ഏതൊരു ഭഗവാനെ നമസ്കരിച്ചാൽ സംസാര ദുഃഖങ്ങൾ നശിക്കുമോ? അങ്ങനെയുള്ള പരമാത്മാവായ ശ്രീഹരിയെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ കോടി കോടി പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്.